ജ്വല്ലറി ഉടമകളുടെയും ജീവനക്കാരുടെയും ശ്രദ്ധയ്ക്ക് സ്വർണത്തിന് പൊന്നും വിലയായതിനാൽ അവിടെ എത്തുന്ന ആളുകളെ സൂക്ഷിക്കണം. സ്വർണം വാങ്ങാനെന്ന വ്യാജേന എത്തി മോഷണം നടത്തുന്ന കവർച്ചാ സംഘങ്ങളുണ്ട് നമ്മുടെ ഇടയിൽ. പെരുമ്പാവൂരിൽ ജ്വല്ലറിയിൽ മാല വാങ്ങാനെത്തി കവർച്ചയ്ക്ക് ശ്രമിച്ച ഒരു ബിരുദനെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശി മുഹമ്മദ് അനസാണ് ജ്വല്ലറിയിൽ നിന്നും മാല എടുത്തുകൊണ്ട് ഓടിയത്. പ്രതിയെ ജ്വല്ലറി ഉടമയും നാട്ടുകാരും ചേർന്ന് പിടികൂടി പോലീസിന് കൈമാറി. ചൊവ്വാഴ്ച രാത്രി 8 മണിക്ക് സ്വകാര്യ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രവർത്തിക്കുന്ന എള്ളൂരാൻ സംഗീത ജ്വല്ലറിയിൽ പുതിയ മാല വാങ്ങാനാണെന്ന് പറഞ്ഞാണ് അനസ് എത്തിയത്. 1 പവനോളം തൂക്കം വരുന്ന മാല വേണമെന്ന് ജ്വല്ലറി ഉടമയോട് ആവശ്യപ്പെട്ടു. മാല കിട്ടിയ ഉടൻ ഇയാൾ ഫോട്ടോ എടുക്കാനെന്ന വ്യാജേന താഴേക്കിട്ട ശേഷം തൻ്റെ കൈവശമുണ്ടായിരുന്ന മറ്റൊരു മാല പകരം നൽകി. തട്ടിപ്പ് മനസ്സിലായ സ്ഥാപന ഉടമ ഇത് ചോദ്യം ചെയ്യുന്നതിനിടെ ഇയാൾ യഥാർത്ഥ മാല കൈക്കലാക്കി ഓടുകയായിരുന്നു. ₹1,09,000 വില വരുന്ന സ്വർണമാല തട്ടിയെടുക്കാനാണ് പ്രതി കടന്നുകളയാൻ ശ്രമിച്ചത്. ഉടമ പിന്നാലെ ഓടുന്നത് കണ്ട് നാട്ടുകാരും ഒപ്പം കൂടി. തൊട്ടടുത്ത കെട്ടിടത്തിന്റെ മുകളിലേക്ക് ഓടിക്കയറിയ പ്രതിയെ അവിടെ വെച്ച് പിടികൂടി. സ്ഥാപന ഉടമയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രതിക്കെതിരെ കേസെടുത്ത പെരുമ്പാവൂർ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തു. എറണാകുളം ജില്ലയിലെ കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ മൊബൈൽ ഫോൺ തട്ടിയെടുത്തതിന് കേസുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 പെരുമ്പാവൂർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.